അഞ്ജലി, എമ്പുരാൻ പലതരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. മാർക്കറ്റിംഗ് മികച്ചതാണെന്ന് പറയുന്നു. സിനിമ തുടക്കം മുതൽ തന്നെ മാർക്കറ്റിംഗിൽ വലിയ രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനും ചർച്ച ചെയ്യപ്പെടുന്നു. മോഹൻലാലിന്റെ ഒരു വലിയ തിരിച്ചുവരവാണോ ഇതെന്ന ചർച്ചകൾ നടക്കുന്നു. ഇതിന് പിന്നിലുള്ള വമ്പൻ നിരയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. ടെക്നീഷ്യനുകളെ കുറിച്ചാണെങ്കിൽ അതുക്കും മേലെയാണ് ചർച്ചകൾ. അഞ്ജലി, എമ്പുരാനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? റോഷിനി, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുകയാണെങ്കിൽ എമ്പുരാനെ കുറിച്ചുള്ള നോട്ടുകളും അതായത് വാർത്തകളും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഈ തിയേറ്ററിന്റെ മുൻപിലും കൂടാതെ ആ സൈഡിലൊക്കെ പോവുകയാണെങ്കിലും ഇപ്പോഴും എമ്പുരാൻ 27-ന് റിലീസിനോ എത്തുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ആളുകൾ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളും അതിനെല്ലാമുള്ള ഒരു തെളിവാണ്. കൂടാതെ ഇപ്പോൾ എമ്പുരാൻ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ അഭിനേതാക്കൾ, അതായത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ നടന്മാരും നടിമാരും ഒക്കെയാണ് എമ്പുരാനിൽ അഭിനയിച്ചത്. അതിൽ ഇപ്പോൾ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പൃഥ്വിരാജ്, കൂടാതെ ഇന്ദ്രജിത്ത്, സായ് കുമാർ, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ് തുടങ്ങി വലിയ താരനിര തന്നെ മലയാളത്തിൽ നിന്നുണ്ട്. കൂടാതെ മറ്റു ഭാഷകളിൽ നിന്നൊക്കെ തന്നെ വലിയ താരങ്ങളാണുള്ളത്. ഇതൊന്നുമല്ലാതെ എമ്പുരാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം എമ്പുരാൻ സിനിമയുടെ മാർക്കറ്റിംഗ് തന്നെയാണ്. ഡോഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് പടം ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിന്റെ റിലീസിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുക, കൂടാതെ ഒരു മാസം മുൻപ് ടീസർ പുറത്തിറങ്ങുക, റിലീസിന് മുൻപ് 2 ആഴ്ച മുൻപ് തന്നെ ട്രെയിലർ ഇറങ്ങുക. ആ ട്രെയിലർ തന്നെ വലിയ സസ്പെൻസുകൾ ഒരുക്കിയിട്ടാണ് എമ്പുരാൻ സിനിമ ഇനി പുറത്തിറങ്ങാൻ പോകുന്നത്. കൂടാതെ ഇതൊന്നും അല്ലാതെ പല രീതിയിലുള്ള ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നത്. ഇപ്പോൾ ഈ ട്രെയിലറിൽ തന്നെ നോക്കുകയാണെങ്കിൽ അതിലെ തോക്ക് പിടിച്ചിട്ടുള്ള ഒരു കൈയിനെ കുറിച്ചുള്ള സൂചനകൾ അതായത് മമ്മൂട്ടി ഈ സിനിമയിൽ എത്തുന്നുണ്ട്, കൂടാതെ ആ കൈ മമ്മൂട്ടിയുടേതല്ല ദുൽഖറിൻ്റെതാണ് തുടങ്ങി നിരവധി ഊഹാപോഹങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഈ പൃഥ്വിരാജ് എന്ന സംവിധായകൻ, ഡിസ്ട്രിബ്യൂട്ടർ, കൂടാതെ ഇപ്പോൾ ഇതാ ഒരു നടൻ എന്നുപരി വലിയ രീതിയിൽ ഇപ്പോൾ ലൂസിഫറിന്റെ ഒരു സക്സസിന് ശേഷം എമ്പുരാൻ സിനിമ ഇറങ്ങുമ്പോൾ അതിലും പൃഥ്വിരാജിന്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു സംവിധായകന്റെ എല്ലാ രീതിയിലുള്ള അപ്പോൾ മാർക്കറ്റിംഗിലായാലും പൃഥ്വിരാജിന് വലിയ രീതിയിൽ പങ്കുണ്ട്. കാരണം ഒരു സമയത്ത് ഒരു 10-12 ദിവസം എമ്പുരാനെ കുറിച്ചുള്ള സൂചനകളൊന്നും ഇല്ലാതാവുന്നു. ഒരു സമയത്ത് സിനിമ ഡൗൺ ആയി എന്നുള്ളൊരു തോന്നൽ ആളുകൾക്കുള്ളിലേക്ക് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത്തരത്തിലൊരു ട്രെയിലർ ഇറക്കുന്നു. അതും രാത്രി 12 മണിക്കാണെന്ന് ആലോചിക്കണം. എല്ലാവരും ഒരു പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം തലേ ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ട്രെയിലർ ഇറങ്ങുക എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് രാത്രി 12 മണിക്ക് ഒരു അനൗൺസ്മെന്റും ഇല്ലാതെ പെട്ടെന്ന് ട്രെയിലർ ഇറങ്ങുന്നു. ആ ട്രെയിലർ ആണെങ്കിൽ മണിക്കൂറുകൾക്കകം മില്യൺ വ്യൂസ് ആണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ആ ട്രെയിലറിന്റെ പല ഭാഗങ്ങളും ഉപയോഗിച്ച് നിരവധി AI ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സാങ്കല്പിക കഥകളും എമ്പുരാനുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊന്നും കൂടാതെ മഞ്ജു വാര്യർ എന്നൊരു നടിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അടക്കമുണ്ട്. ഇന്നലെ മോഹൻലാലിന്റെയും കൂടാതെ പൃഥ്വിരാജിന്റെയും നടുക്ക് മഞ്ജു വാര്യർ എന്ന മലയാളത്തിന്റെ സ്വന്തം നായിക നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകൾ ഉണ്ടാകുന്നു. അതായത് എമ്പുരാൻ 27 റിലീസാകുമ്പോൾ ആ സമയത്തേക്ക് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. കൂടാതെ ആന്റണി പെരുമ്പാവൂർ എന്ന അദ്ദേഹത്തിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രവും ഇവിടെ വലിയ രീതിയിൽ ആളുകൾ ചർച്ചയാക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ അതായത് ട്രെയിലർ 2 ആഴ്ചയ്ക്ക് മുന്നേ ഇറങ്ങുന്നു. അതുമായി ബന്ധപ്പോൾ റിലീസിന്റെ പ്രീ ബുക്കിങ്ങുകളൊക്കെ മുന്നേ തന്നെ തുടങ്ങുന്നു. ഒരു സിനിമ ഏത് രീതിയിൽ മാർക്കറ്റ് നടത്തണം, ഒരു ടോപ്പ് സ്റ്റാറിന്റെ സിനിമ എങ്ങനെ ആയിരിക്കണം പുറത്തിറങ്ങേണ്ടത്, ഇതിന്റെ എല്ലാം ഒരു വ്യക്തമായ പ്ലാനിങ്ങുകൾ കൂടിയാണ് എമ്പുരാൻ സിനിമ ഇറങ്ങുന്നത്. കൂടാതെ ഈ വില്ലൻ ആരാണെന്ന് അതിൽ അഭിനയിച്ച ഒരുപാട് അഭിനേതാക്കൾക്ക് പോലും അറിയില്ലെന്നാണ് പറയുന്നത്. അഞ്ജലിക്ക് അറിയാമോ ആരാണ് വില്ലൻ എന്ന്? രോഷിനി, അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നത്, അതായത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന എഴുത്തുകളിലൊക്കെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ട്രെയിലറിലെ സ്വീക്വൻസുകളൊക്കെ എടുത്ത് ഒരു പക്ഷേ സുരാജ് ആയിരിക്കുമോ വില്ലൻ, കൂടാതെ ടൊവിനോ ആയിരിക്കുമോ ഇനി വില്ലൻ എന്നുള്ള പല രീതിയിലുള്ള എഴുത്തുകളും കൂടാതെ ചർച്ചകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ലൂസിഫറിൽ തന്നെയുള്ള സൂചനകളൊക്കെ വെച്ചുകൊണ്ട് ഒരു പക്ഷേ ടൊവിനോ ആയിരിക്കുമോ വില്ലൻ, അല്ലെങ്കിൽ ഇനി വരുന്ന അതായത് ഈ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കുമോ വില്ലൻ എന്നുള്ള ചർച്ചകളുണ്ട്. കൂടാതെ ഇതൊന്നും അല്ലാതെ പൃഥ്വിരാജ്
പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം തന്നെ, അതായത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ അവസാനം, അതായത് സിനിമ കണ്ടാരും പുറത്തേക്ക് ഇറങ്ങരുത്, അവസാന ഭാഗത്തുള്ള ആ ഒരു സസ്പെൻസ്, അതിലേക്കാണ് ഇപ്പോൾ ആളുകളെല്ലാം വിരൽ ചൂണ്ടുന്നത്. അതായത് എമ്പുരാൻ സിനിമയ്ക്ക് ലൂസിഫറിന്റെ ഫ്രാഞ്ചൈസി, ഒരു മൂന്നാമത്തെ ഒരു ഫ്രാഞ്ചൈസി കൂടി ലൂസിഫർ സിനിമയ്ക്ക് ഉണ്ടാകുമോ, എമ്പുരാന് അടുത്തതായിട്ട് ഒരു സിനിമ വരാൻ പോകുന്നു തുടങ്ങിയ ഒരുപാട് കൗതുകങ്ങളാണ് ഇതിൽ ഒളിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഒരു അതിലുള്ള ഒരു നമ്മളിപ്പോൾ പോസ്റ്ററുകളിലൊക്കെ വലിയ രീതിയിൽ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിലൊരു കണ്ണു കാണുന്നു, ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ നിരവധി ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം എമ്പുരാനെ കുറിച്ച് പരക്കുന്നത്. കൂടാതെ ഇപ്പോൾ റിലീസിന് 27-ാം തീയതി റിലീസിന് എത്തുമ്പോൾ ഇപ്പോൾ എവിടെയും ടിക്കറ്റ് ഇല്ലാത്തതിന്റെ സങ്കടമാണ് ആളുകൾ പറയുന്നത്. ചോദിച്ചിറങ്ങുമ്പോൾ തന്നെ ടിക്കറ്റ് ഇല്ല റോഷ്നി, ടിക്കറ്റ് കിട്ടിയില്ല. ഇനി എല്ലാവരും, അതായത് ആദ്യഘട്ടത്തിൽ ഇതിനെ അത്രമാത്രം ആകാംക്ഷയോടെ കാത്തിരുന്ന ആളുകളൊക്കെ കണ്ടിറങ്ങിയിട്ടായിരിക്കും ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് കഴിയുമ്പോൾ വരും. ആ സസ്പെൻസുകൾ അറിഞ്ഞിട്ടായിരിക്കുമോ ഇനി സിനിമ കാണാൻ പോകേണ്ടി വരിക. ടിക്കറ്റുകൾ കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ 24 മണിക്കൂറിൽ തന്നെ ബുക്ക് മൈ ഷോയിലൊക്കെ 6 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, കുറച്ച് വൈകിയാണെങ്കിലും നമുക്ക് കാണാം.